ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹു അവന്റെ ത്വാഅത്തിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യണം. അബ്ദുള്ള സാഹിബ് മൈക്ക് വേണം, ഞാൻ മൈക്ക് റിലീസ് ചെയ്യട്ടെ. അബ്ദുള്ള സാഹിബ് മൈക്ക് വേണം, ലൈൻ കൊണ്ട് റിസൈൻ ചെയ്തിരിക്കണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മൈക്ക് എടുത്തോ. അതിന്റെ റൈസ് ഹാൻഡ് ചെയ്താൽ പിന്നെ റൂമിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പിന്നെ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലേ അപ്പൊ കേൾക്കുന്നില്ലേ? എന്റെ സംസാരം കേൾക്കണില്ലേ? ഉണ്ട്. അപ്പോ ഏതാനും ഞാൻ ഇപ്പൊ മൈക്കെടുക്കുന്നവരേക്കും ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് അവർകൾ സംസാരിക്കുകയായിരുന്നു. വളരെ അദ്ദേഹം ഇടക്കൊക്കെ ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ, അദ്ദേഹത്തിന് ഒഴിവുണ്ടാകുന്ന സമയത്തും പിന്നെ മൈക്കിലേക്ക് വേറെ ആരും വരാത്ത സമയത്തൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. സാധിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അഡ്മിന്മാരെന്ന് മാത്രമല്ല, സാധിക്കുന്ന നമ്മുടെ ഗുണകാംക്ഷികളായ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പിന്നെ മൈക്ക് ആരും എടുക്കുന്നില്ല, ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് അത് എടുത്തിട്ട് ഒന്നുകിൽ സംസാരിക്കുക, അതിന് വലിയ റെക്കോർഡ് പ്ലേ ചെയ്യേ, ഇനി ഒരു പൂർണ്ണമായ പ്രസംഗം ഒന്ന് പ്ലേ ചെയ്യാൻ അവസരം ഉണ്ടായില്ല, ചെറിയ സമയമൊക്കെ ഉള്ളൂ. 2 പരിപാടികൾക്കിടയിലുള്ള ഇടവേളയാണ്. അപ്പൊ ആ സമയത്തൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. നമ്മുടെ സംഘടനാ ഗാനങ്ങള്, കേരള ഇസ്ലാമിക് ക്ലാസ് തന്നെ കുറിച്ച് പറയുന്ന പാട്ടുകൾ, അതൊക്കെ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യണം. പിന്നെ ഞാനിപ്പോ ഈ അഡ്മിന്മാരായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മുടെ അഡ്മിൻ മീറ്റിലൊക്കെ സാധാരണ പറയാറുള്ള ഒരു വിഷയമാണ്, DND ആക്കരുത്. അഡ്മിന്മാര് DND ആക്കരുത്. അതിന് കാരണം ഈ അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഈ റൂം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണോ. ചിലപ്പോ ഈ മറ്റുള്ള ആളുകൾക്ക് ഈ റൂമിനെ കുറിച്ച് വല്ല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും. ചിലപ്പോൾ നല്ല അഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ ആക്ഷേപം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ റൂമിന്റെ ഇത് നിയന്ത്രിക്കുന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപരാധി നിങ്ങളെ അറിയിക്കാനുണ്ടാവും. ചിലപ്പോ എന്റെ ഒരു പോരായ്മ എന്നോട് പറയുമ്പോ എങ്ങനെ ഉർഫിസ്ഥാനോട് ഇപ്പൊ പറയാം എന്ന് വിചാരിച്ച് ചിലപ്പോ എന്റെ ഒരു കുറ്റം, പിന്നെ അല്ലെങ്കിൽ എന്റെ ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം എന്നെ പിന്നെ എന്നെ നേരിട്ട് അറിയിക്കാതെ മറ്റാരുമാരെ അറിയിക്കേണ്ടി വരും. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായത് കാരണം അഡ്മിന്മാര് DND ആക്കരുത്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതേസമയത്ത് ചിലപ്പോൾ മൈക്കിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ DND ആക്കേണ്ടി വരും. മൈക്കിട്ട് സംസാരിക്കുമ്പോൾ, കാരണം പല ആളുകളും ഇങ്ങനെ PM ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പിന്നെ മൈക്കെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആക്കേണ്ടി വരും. ആ സംസാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ DND ഒഴിവാക്കും വേണം അഡ്മിന്മാര്. എനിക്കിപ്പോ എങ്ങനെയാലും DND പറ്റൂല, കാരണം നമ്മുടെ പണി തന്നെ അതാണല്ലോ, PM-ന് മറുപടി കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ എനിക്ക് ആൾക്കാർക്ക് PM ചെയ്യേണ്ടി വരില്ല ആളുകൾ എനിക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്കത് അതായാലും പറ്റൂല, മൈക്കെടുത്ത് സംസാരിക്കുമ്പോഴും പറ്റൂല. അപ്പൊ അഡ്മിന്മാർ ആ കാര്യം ശ്രദ്ധിക്കണം അർത്ഥം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എന്റെ മൂത്താപ്പാന്റെ മകന്റെ മകൻ സഫീർ എന്ന സഹോദരൻ ഒരു അപകടത്തിൽപ്പെട്ടു. ഖത്തറിൽ ഹോസ്പിറ്റലിലാണ്, അല്പം സീരിയസ് ആണ്, വെന്റിലേറ്ററിൽ ആണ്. ശിഫയാവാൻ പ്രത്യേകം ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ബായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റെല്ലാ നബിമാരുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ, സ്വഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ത്വാഅത്തിലായ ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. എന്റെ ഒരു സുഹൃത്തിന്റെ സംശയമാണ്, മനി പുറപ്പെട്ടതായി അറിവില്ല, എന്നാൽ ഡ്രസ്സിൽ അതുപോലെ ഉള്ള വസ്തു കാണപ്പെട്ടു. അത് സംശയമായി. അപ്പോൾ എന്താണ് വിധിയെന്ന്? അതായത് സ്ഖലനം ഉണ്ടായതായിട്ട്, സ്വപ്നസ്ഖലനോ മറ്റൊന്നും ഉണ്ടായതായിട്ട് ഓർമ്മയില്ല. പക്ഷെ അതേസമയത്ത് വസ്ത്രത്തിൽ എന്ത് കാണുന്നു? ഇന്ദ്രിയം പോലോത്തത്, അത് പറ്റില്ല. ഇന്ദ്രിയമാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ കുളിക്കണം. ഇന്ദ്രിയാണെന്ന് അറിയാനുള്ള മാർഗമുണ്ട്. ഉണങ്ങിയതാണെങ്കിൽ പിന്നെ അതിന്റെ വാസന, പച്ചയാണെങ്കിൽ അതിന്റെ വാസന, അങ്ങനെയൊക്കെ ഉണ്ട്.
ഒരാൾക്ക് സ്ഖലനമുണ്ടായതായിട്ട് ആൾക്ക് ഓർമ്മയില്ല. പക്ഷെ അതേ സമയത്ത് ആളുടെ വസ്ത്രത്തിൽ എന്തുണ്ട് ഒരു ഇതിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അത് മണത്തു വെക്കുക. ഇന്ദ്രിയാണല്ലേ സംശയം. അപ്പൊ ഒന്ന് മണത്തു നോക്കിയാൽ മതി. അപ്പോ കോഴിമുട്ട വെള്ളയുടെ വാസനയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവിന്റെ വാസനയോ ഉണ്ട് നിൽക്കുക. എന്നാൽ അത് ഇന്ദ്രിയാണെന്ന് മനസ്സിലാക്കണം. കോഴിമുട്ടന്റെ വെള്ളല്ലേ അതിന്റെ ആ വാസന, അല്ലെങ്കിൽ ഗോതമ്പത്തിന്റെ മാവ് അതിന്റെ വാസന, അതൊക്കെ കണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ ഇന്ദ്രിയാണ്. അപ്പൊ അങ്ങനെ ആ കാണുന്നത് ഇന്ദ്രിയമാണോ അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ഇന്ദ്രിയമാണ് നിൽക്കുക. ഇന്ദ്രിയമാണ് എന്ന് ഈ അടയാളങ്ങൾ കൊണ്ട് ഇന്ദ്രിയമാണെന്ന് അറിഞ്ഞു. അപ്പൊ ഇനി ഈ വസ്ത്രം വേറെ ആരെങ്കിലും ധരിക്കാൻ സാധ്യതയുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ അല്ലേ, വേറെ ആരും ധരിക്കാനും സാധ്യത ഉണ്ടല്ലോ. ഞാൻ മാത്രമല്ല വേറെ ആളൊക്കെ എടുക്കുക, അങ്ങനത്തെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വസ്ത്രം വിചാരിച്ചിട്ട് ചിലപ്പോ ഈ വീട്ടിലൊക്കെ ഉണ്ടാവും. ഈ രാത്രി കിടക്കുമ്പോഴൊക്കെ കള്ളിത്തുണിയൊക്കെ അത് ഇന്ന് ഒരാളെടുത്താൽ മറ്റേ നാളെ വേറെ എടുക്കുവാൻ പലരും എടുക്കും. അങ്ങനെ ഉണ്ടാവും. അത് വേറെ ആരെങ്കിലും ധരിക്കാൻ സാധ്യതയുണ്ടോ നോക്കുക. അപ്പൊ വേറെ ആൾ ധരിക്കാൻ ഇവൻ ഇന്ദ്രിയം പുറപ്പെട്ടതായിട്ടൊന്നും പിന്നെ ഓർമ്മയില്ല. അതേസമയത്ത് അവന്റെ ഈ വസ്ത്രത്തില് ഇന്ദ്രിയം കാണുന്നു. ആ വസ്ത്രം വേറെ ആരും ധരിക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്നാ അവൻ കുളിക്കൊന്നും വേണ്ട, എന്നാ ഇവൻ കുളിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചിറക്കണ എനിക്ക് പുറപ്പെട്ടതാന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇവന് കുളിക്കാൻ നിർബന്ധമില്ല. കാരണം എന്താണ്, ഇവന് അങ്ങനെ ഇന്ദ്രിയം പുറപ്പെട്ടായിട്ട് ഓർമ്മയില്ല. പക്ഷെ വസ്ത്രത്തിൽ ഇന്ദ്രിയം കാണുന്നുണ്ട്. അത് വേറെ മറ്റുള്ളവർ ധരിക്കുന്ന വസ്ത്രമാണ്. അതുകൊണ്ട് മറ്റുള്ള ആരോടെങ്കിലും ആയിരിക്കുമെന്ന് കരുതിയാൽ മതി. അവൻ കുളിക്കണ്ട. ഇനി അതല്ല, വേറെ ആരും ധരിക്കുന്ന വസ്ത്രമല്ല, ഇവൻ മാത്രം ധരിക്കുന്ന വസ്ത്രമാണ്. ഈ കണ്ടതാണെങ്കിലും ഇന്ദ്രിയം തന്നെയാണേനും അത് ഉറപ്പാണ്. എന്നാൽ അവൻ എന്ത് വേണം, കുളിക്കണം എന്ന് മാത്രമല്ല ആ പിന്നെ ഇന്ദ്രിയം പുറപ്പെട്ടതായി പിന്നെ പുറപ്പെടാൻ സാധ്യത ഉണ്ടല്ലോ, അതിനുശേഷം നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ മടക്കും വേണം. അതിനുശേഷം നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ മടക്കും വേണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ആ വസ്ത്രം ധരിച്ചിരുന്നത്, ഇന്നിപ്പോ അസറിന്റെ ശേഷമാണ് ഇന്ന് അസറിന്റെ ശേഷമാണ് ആ വസ്ത്രത്തില് പിന്നെ ഇന്ദ്രിയം കാണുന്നത്. എന്നാ അപ്പൊ ഇന്ന രാത്രി കിടക്കുമ്പോ സ്ഖലനം ഉണ്ടായിട്ടുണ്ടാവണം എന്ന് മനസ്സിലാക്കുക. അപ്പൊ സുബ്ഹി നിസ്കരിച്ച് കുളിക്കാതെ ആ സുബ്ഹി മടക്കി നിസ്കരിക്കണം. ളുഹൂർ നിസ്കരിച്ചിട്ട് മടക്കാതെ അല്ല കുളിക്കാതെ അത് മടക്കി നിസ്കരിക്കണം. അതുപോലെ തന്നെ അസറും നിസ്കരിക്കണം. നേരെ മറിച്ച് അവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ട്, ഇന്ന് സുബ്ഹിന്റെ ശേഷം ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി സുബ്ഹി മടക്കി നിസ്കരിക്കണം വേണ്ട. കാരണം ഈ ഇന്ദ്രിയം പുറപ്പെട്ടത് എപ്പോഴാവാം, സുബ്ഹിക്ക് ശേഷം ഉറങ്ങിയപ്പോൾ ആവാലോ. അപ്പൊ അവിടെ ളുഹൂറും അസറൊക്കെ മടക്കി നിസ്കരിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ മസലാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. തിരായിൽ മരക്കാർ ഹാജി കുണ്ടൂര് എന്ന തിലായിൽ മരക്കാർ ഹാജി കുണ്ടൂര് എന്നവർ മരണപ്പെട്ടു. മഗ്ഫിറത്തിന് വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഖബർ ജീവിതമൊക്കെ സുഖമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹ് അമലുകളൊക്കെ സ്വീകരിക്കും. അദ്ദേഹത്തിന് തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് നാട്ടിൽ നിന്ന് ആദ്യമായി വന്ന ആൾക്ക് മക്കയിൽ പോവാതെ മദീനയിൽ പോകുന്നതിന് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന ആളാണ്, ജിദ്ദയിലാണെന്ന് പറഞ്ഞു. ജിദ്ദയിലുള്ള ആളാണ്, അയാൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്നാണ് ജിദ്ദയിലേക്ക്. അങ്ങനത്തെ ആൾക്ക് മക്കയിൽ പോവാതെ മദീനയിൽ പോകുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്നാണ് ചോദ്യം. യാതൊരു വിരോധവും ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബുദാബിയിലെ ഇസ്ലാമിക് ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് ഹലാലാണോ? ഹലാലാണ്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അബുദാബി ഇസ്ലാമിക് ബാങ്കിലാവട്ടെ, അല്ലെങ്കിൽ ദുബായ് ഇസ്ലാമിക് ബാങ്കിലാവട്ടെ, അല്ലെങ്കിൽ അൽ ഇത്തിഹാദ് ഇസ്ലാമിക് ബാങ്കിലാവട്ടെ, ഏത് ഇസ്ലാമിക് ബാങ്കിലും ഗൾഫ് യുഎനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ പറ്റില്ല, നമുക്ക് കൂടുതൽ അറിയില്ല. യുഎയിൽ പല ഇസ്ലാമിക് ബാങ്കുകളുണ്ട്, അതിലൊക്കെ ജോലി ചെയ്യാം. കാരണം അതിലൊന്നും പലിശ ഇടപാട് നടത്തുന്നില്ല. അതിൽ പൈസ നിക്ഷേപിച്ചാൽ പലിശ കിട്ടുകയോ അതിൽ നിന്ന് ലോണോ മറ്റോ എടുത്താൽ അതിൽ പലിശ അടക്കേണ്ടി വരികയോ ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, പലിശ ഇടപാട് സംബന്ധമായി ഈ ബാങ്കുകൾക്കൊന്നും യാതൊരു ബന്ധവുമില്ല. തികച്ചും പലിശ വിമുക്ത പിന്നെ ബാങ്കാണ്.
അതുകൊണ്ട് അതിൽ ഇടപാട് നടത്താം, അതിൽ ജോലി ചെയ്യാം, യാതൊരു വിരോധവുമില്ല. ഉസ്താദെ, കല്യാണ കാര്യം നോക്കുന്നുണ്ട് എനിക്ക്. ഉസ്താദ് നല്ല സ്വാലിഹായ കുട്ടിയെ കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നല്ലൊരു സ്വാലിഹായ ഇണയെ പ്രദാനം ചെയ്യട്ടെ. കല്യാണ കാര്യം നോക്കുന്നുണ്ട്, ഇത് ആൺകുട്ടി ആണെന്ന് അറിയില്ല. ഏതായാലും ശരി, ആരാണ് ശരി, സ്വാലിഹായ ഇണയെ നൽകട്ടെ. മനസ്സിന് തൃപ്തി നൽകുന്ന, സൽസ്വഭാവിയായ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, പിന്നെ നല്ല സ്വാലിഹായ, കാര്യപ്രാപ്തിയുള്ള നല്ലൊരു ഒരു ഇണയെ നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലി സ്വഹ്ബിഹി അജ്മഈൻ. അതോടുകൂടി ഇപ്പൊ എനിക്ക് ഒരു കല്യാണക്കാരെ കൊണ്ട് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയണം. എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു മകന്റെ MBBS ആണ്, പെരിന്തൽമണ്ണയിൽ പ്രാക്ടീസ് ചെയ്യാണ്. നല്ല ദീനിയായ കുട്ടിയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ചെക്കനാണ്. അവന് നല്ലൊരു MBBS പാസ്സാവുകയോ അതിൽ MBBS പഠിക്കുകയോ ചെയ്യുന്ന സുന്ദരിയായ ഒരു ഇണയെ ആവശ്യമുണ്ട്. ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയിക്കണം, എന്നെ അറിയിക്കണം. നമ്മളിപ്പോ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഒരു കല്യാണ പരസ്യം അതല്ല കേട്ടോ. ഞാൻ ഒരു കല്യാണത്തിന്റെ കാര്യം ദുആ ചെയ്യാൻ വേണ്ടി ഒരു PM കൂടെ വന്നപ്പോ അത് ഓർമ്മ വന്നപ്പോ ഒന്ന് അറിയിച്ചു, അത്രേ ഉള്ളൂ. ശതമാനമൊന്നും ഉണ്ടാവൂല. നല്ലൊരു MBBS പാസ്സായ ഒരു പെൺകുട്ടിയോ അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോ ആണ്. കാണാൻ ചെറിഞ്ചുറുക്കൊക്കെ വേണം. കാരണം ഇവനെ കാണാൻ ഉഷാറുള്ള കുട്ടിയാണ്. അപ്പൊ എന്തെങ്കിലും അറിയിക്കുക. പിന്നെ ഞാൻ ഇത്ര പറഞ്ഞ എന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ മകനാണ്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, HCL എന്ന കമ്പനിയിൽ ജോലി ഓഫർ ഉണ്ട്. അവർ ഒരു ബാങ്കിൽ നിന്നും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിംഗ് ജോലി കരാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ബാങ്കിൽ പോയി ആ ജോലി ചെയ്തു കൊടുക്കണം. നമുക്ക് ശമ്പളം തരുന്നത് HCL ആണ്, ബാങ്ക് അല്ല. എന്നാൽ ആ ജോലി സ്വീകരിക്കാമോ? മറുപടി ഇന്ന് തന്നെ കിട്ടിയാൽ നന്നായിരുന്നു. HCL കമ്പനി ആ കമ്പനിയാണ് പലിശ ഇടപാട് നടത്തുന്ന കമ്പനി ഒന്നല്ല. അത് നല്ലൊരു കമ്പനിയാണ്. പക്ഷെ അവര് അവർ ബാങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ ചില ജോലികൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവരങ്ങനത്തെ ജോലികൾ പല സ്ഥലങ്ങളിലും അവരെടുക്കുന്നതാണ്. അതുപോലെ കമ്പനി അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ എന്നാലും വിട്ടു നിൽക്കാൻ നല്ലത്, അത്രേ ഉള്ളൂ. അങ്ങനെ ഉദാഹരണം പറയണ ഒരു ഇലക്ട്രിക് വയറിംഗ് ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. അവരെന്താ ചെയ്യുക, പല സ്ഥാപനങ്ങളിലും വയറിംഗ് ചെയ്തു കൊടുക്കും. അങ്ങനെ ബാങ്കിലും ബാങ്കിന്റെ നടത്തുന്ന ബിൽഡിങ് അതിനും വയറിംഗ് ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ഉണ്ടല്ലോ. അതുപോലൊക്കെ തന്നെയാണ് ഇപ്പൊ ഇതും. അതുപോലൊക്കെ തന്നെയാണ്. വിരോധമൊന്നുമില്ല. അയാൾ ബാങ്ക് ജോലിക്കാരനല്ല, അദ്ദേഹം ആ കമ്പനിയുടെ ജോലിക്കാരനാണ്. ആ കമ്പനി പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് പറഞ്ഞേക്കുന്നത് പോലെ ഇങ്ങോട്ടും ജോലിക്ക് പറഞ്ഞേക്കുന്നു, അത്രേ ഉള്ളൂ. അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ബാങ്കല്ല. എന്നാലും അതിൽ നിന്നും മുട്ടി നിൽക്കലാണ് ഏറ്റവും നല്ലത്. ആ കമ്പനിയെ ജോലി ചെയ്യുന്നതിന് വിട്ടു നിൽക്കലാണ് ഏറ്റവും നല്ലതെന്നല്ല പറഞ്ഞത്. ആ ബാങ്കിൽ മറ്റ് കമ്പനിയുടെ ജോലിക്കാരനായിക്കൊണ്ടും മറ്റ് കമ്പനിയുടെ ശമ്പളക്കാരനായിക്കൊണ്ടും ആ ബാങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഉസ്താദെ, പറഞ്ഞല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്കൊരു സംശയം ഉണ്ട്. വൈഫ് ആൻഡ് ഹസ്ബൻഡ് നോമ്പ് കാലത്ത് എപ്പോഴാണ് കുളിക്കൽ നിർബന്ധം? സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണോ? സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമൊന്നുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടു, റമദാനിൽ രാത്രി ബന്ധപ്പെട്ടു, നോമ്പ് ദിവസം രാത്രി ബന്ധപ്പെട്ടു. എന്നാൽ സുബ്ഹിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ്. ഈ സുബ്ഹിന്റെ ശേഷം കുളിച്ചാലും മതി, വിരോധമൊന്നുമില്ല. സുബ്ഹിയൊക്കെ ബാങ്ക് കൊടുത്ത് എന്ത് ചെയ്ത് കുളിച്ച് സുബ്ഹി നിസ്കരിച്ചാൽ മതി. അല്ല, നോമ്പിനെ ബാധകല്ലാണ്. നോമ്പ് രാത്രി ജനാബത്തിന്റെയായി തീരെ കുളിച്ചില്ല നിൽക്കുക, എന്നാലും നോമ്പ് സഹിയാകും. പക്ഷെ ഏറ്റവും ഉത്തമം സുബ്ഹിന്റെ മുമ്പായി കുളിക്കലാണ്.
ഇനി സുബഹി ഖളാഅണതിന് മുമ്പായിട്ട് കുളിച്ച് നിസ്കരിച്ചാൽ മതി. അതുകൊണ്ട് നോമ്പിന് ബാധകല്ല. പിന്നെന്താണ് ബാങ്ക് അവർ പിന്നെ സുബഹി ബാങ്ക് അഥവാ അവർ നിസ്സാരമാക്കി അല്ലെങ്കിൽ മറന്നു നോമ്പ് എടുത്തു, അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നും കുഴപ്പമില്ലാന്ന്. എന്താണ് ഈ ചോദിക്കുന്നത്? നമ്മൾ ഈ മലയാളികളായ ആളുകൾക്കൊക്കെ ചോദിക്കാൻ പാടുണ്ട്. ഇക്കണ്ട മദ്രസൊക്കെ ഉണ്ടായിട്ടില്ലേ നമ്മളുടെ സമസ്തക്കും ഉള്ള മദ്രസ യതീംഖാനികളുള്ള കോംപ്ലക്സ് ഇതൊക്കെ പാടുള്ള രാജ്യമാണ് കേരളം. അവിടുന്ന് എത്ര വർഷമാണ് ഈ കിതാബ് പിന്നെ ഇത്തരം മസലകളൊക്കെ പഠിക്കുന്നത് നമ്മൾ. പിന്നെ മുലമാരെ വാഴുന്നു. അപ്പൊ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം അത്രയും ചോദ്യം തന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം നോമ്പും അതുകൊണ്ട് ഒരു ബന്ധമില്ലാന്ന്. ഇനി നോമ്പുകാരനായിരിക്കെ പകലന്നെ ഒരാൾക്ക് എന്ത് ചെയ്ത് നോമ്പുകാരനായിരിക്കെ അവന് സ്ഖലനം ഉണ്ടായി നിൽക്കുക, ഉറങ്ങുമ്പോ ഉറക്കത്തിൽ സ്ഖലനം ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ലല്ലോ. അപ്പൊ ജനാപത്തുകാരനായി എന്നുള്ളത് നോമ്പിനെ ബാധിക്കുന്ന വിഷയമല്ലാന്ന്. അത് നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ്. നിസ്കാരം ഖളാ ആവാതിരിക്കാൻ പിന്നെ ഖളാഅണതിന് മുമ്പ് കുളിച്ച് നിസ്കരിക്കണം, അത്രേ ഉള്ളൂ. അതല്ലാതെ രാത്രി ജനാപത്തുണ്ടായി അതുകൊണ്ടും വിരോധമില്ല. ഇനി പകൽ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് അവന് സ്ഖലനമുണ്ടായി അതുകൊണ്ടും നോമ്പിനെ ബാധിക്കൂല, നോമ്പ് മുറിയില്ല. പിന്നെ നോമ്പുകാരൻ സ്വപ്നസ്ഖലനം ബ്രാക്കറ്റിൽ നൈറ്റ് ഉണ്ടായാൽ എപ്പോൾ കുളിക്കൽ നിർബന്ധമില്ല. റഹ്മാനായ റബ്ബേ, സുബഹി ഖളാഅണതിന് മുമ്പ് കുളിച്ച് നിസ്കരിച്ചാൽ മതിയെന്ന്. സുബഹിന്റെ മുമ്പ് തന്നെ കുളിക്കാൻ നിർബന്ധമില്ല. അവൻ സ്വപ്നസ്ഖലനം രാവിലെ എണീറ്റപ്പോൾ കണ്ടു, അപ്പോൾ എന്ത് ചെയ്യണം? മനുഷ്യനെ ഭ്രാന്ത് പിടിക്കണേ. ഇതെന്താ ഈ പറഞ്ഞതൊക്കെ പാടെ മനസ്സിലായില്ലേ? ആയിക്കോട്ടെ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞാൻ ഒരു ആളുടെ കയ്യിൽ നിന്ന് 500 ദിർഹം കടം മേടിച്ചു. ഞാൻ കൊടുക്കാൻ താമസിച്ചു. ഇപ്പോൾ അയാൾ നാട്ടിൽ പോയിട്ട് ഒരു വിവരവും ഇല്ല. എനിക്ക് അയാളുടെ നാട്ടിലെ അഡ്രസ് അറിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? ആ കാശ് എവിടെ കൊടുക്കണം? ആ ആളെ കണ്ടുപിടിക്കണം. നിങ്ങളായിരുന്നു കടം വാങ്ങിയതാണ്. അയാളെ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ പരമാവധി നിങ്ങളുടെ ശ്രമം എല്ലാ നിലക്കും ശ്രമം നടത്തണം. അതൊക്കെ കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസം ഉണ്ടാ. അയാളുടെ ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട ആളുകളൊക്കെ ചോദിക്കുക, ഏത് നാട്ടുകാരനാണ്, അയാളുടെ പേരെന്താണ്, ഏത് നാട്ടുകാരനാണ്, അയാളുടെ ടെലിഫോൺ നമ്പർ ഉണ്ടോ, അല്ലെങ്കിൽ അയാളോട് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെ അന്വേഷിച്ച് ആളെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഏതായാലും ശരി, അയാളെ നിങ്ങളുടെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അയാളെ കണ്ടുപിടിക്കുക തന്നെ വേണം. എന്നിട്ട് നിങ്ങൾ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുക തന്നെ വേണം. ഇനി എല്ലാ ശ്രമവും നടത്തി അയാളെ കുറിച്ച് യാതൊരു പുറത്തും കിട്ടില്ല നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യുക? ആ പൈസ നിങ്ങളുടെ കയ്യിലവിടെ വെക്കുക. ആ പൈസ നിങ്ങളുടെ കയ്യിലവിടെ വെക്കുക. എപ്പോഴും ശ്രമം നടത്തുകയും ചെയ്യുക. ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുക. എന്നിട്ടൊന്നും വരണില്ല നിൽക്കുക. അപ്പൊ ആ പൈസ നിങ്ങളുടെ കയ്യിലവിടെ വെക്കുക. എപ്പോൾ വന്നാലും അയാൾക്ക് തിരിച്ചു കൊടുക്കണം. എപ്പോൾ വന്നാലും അയാൾ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ ശേഷം വന്ന് നിൽക്കുക. അപ്പോഴും അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അതാ. പിന്നെ ഉസ്താദെ, നാട്ടിൽ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ അർബാബ് 2000 ദിർഹം തരും. ഞാൻ 4 മാസം മുമ്പ് എന്റെ പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്തു. 1600 ബാക്കി 400 ഹലാലാകുമോ? അർബാബ് പൈസ തരുമ്പോൾ ടിക്കറ്റ് വില 2000 ആണ്. അവിടെ ടിക്കറ്റ് എടുത്തോ എന്ന് പറഞ്ഞ ടിക്കറ്റ് മാത്രമാണ് അർബാബ് ഏൽക്കണത്. ടിക്കറ്റ് മാത്രമാണ് ഏൽക്കണത്. പക്ഷെ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് 2000 തന്നു നിൽക്കുക. അപ്പോൾ നിങ്ങൾ 1600 ടിക്കറ്റ് എടുക്കുക. ബാക്കി 400 ആൾക്ക് തിരിച്ചു കൊടുക്കണം. ബാക്കി 400 അർബാബിന് തിരിച്ചു കൊടുക്കണം. അതേ സമയത്ത് അർബാബ് ചില അങ്ങനെ ഉണ്ടാവില്ലേ, ഒരു സംഖ്യ കൊടുക്കുക, ആ ടിക്കറ്റ് എടുത്തോ. അപ്പൊ ആ ടിക്കറ്റ് എടുത്തു പറയുമ്പോ അയാളുടെ ഉദ്ദേശം ടിക്കറ്റ് മാത്രമല്ല, ബാക്കി എന്തെങ്കിലും പൈസ നീ കുട്ടികൾക്ക് വാങ്ങിക്കോ, അല്ലെങ്കിൽ നീ എടുത്തോ. അതൊരു കണക്ക് അപ്പൊ അതൊക്കെ അർബാബിന്റെ സ്വഭാവം നിങ്ങൾക്കാണ് അറിയാം. ആ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് നിൽക്കുക. എന്നാ പിന്നെ ബാക്കി പൈസ കൊടുക്കൊന്നും വേണ്ട. അതേ സമയത്ത് ടിക്കറ്റ് മാത്രമേ അയാൾ ഏൽക്കൂ. ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് പൈസ 2000 തന്നത്. 1600 ടിക്കറ്റും എടുത്തു. അവിടെ നല്ല അതാണ്. അപ്പൊ ആ സമയമല്ലോ അർബാബിനോട് പറയാം, നിങ്ങൾ എനിക്ക് 2000 തന്ന് 1600 ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്, ബാക്കി 400 എന്താ വേണ്ടത്? ഞാൻ എടുക്കുകയാണ് വേണ്ടത്, നിങ്ങൾക്ക് തരാണ് വേണ്ടത് ചോദിക്കുക. അപ്പൊ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവും ചെയ്യും. അർബാബിനെ നല്ല അഭിപ്രായം ഉണ്ടാവും ചെയ്യും.
എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞില്ല കുറച്ച് മുമ്പാണ്, അദ്ദേഹം ബഹ്റൈനിലേറ്റാണ് ആദ്യം. അദ്ദേഹത്തിന് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കൊടുത്തു ഞാൻ അല്ലെങ്കിൽ അതിന്റെ ടിക്കറ്റിന്റെ പൈസ കൊടുക്കുക എന്തോ ചെയ്ത അർബാബ് തിരിച്ചു പോരാൻ പറ്റും. അങ്ങനെ അദ്ദേഹം നാട്ടിലെത്തിയതിനു ശേഷം തീരുമാനിച്ചു ഞാൻ ഈ ബഹ്റൈനിലേക്ക് തിരിച്ചു പോകണില്ല എന്ന് തീരുമാനിച്ചു. നാട്ടിലേക്ക് തിരിച്ചു പോകണില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടോ, അയാൾ ആ പൈസ അർബാബിൽ നിന്ന് തിരിച്ചു പിന്നെ അയച്ചു കൊടുത്തു. അങ്ങനെ തന്നെ വേണ്ടത് അല്ലേ? എനിക്ക് ഞാൻ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എന്നതിന്റെ അങ്ങോട്ട് റിട്ടേൺ അതിന്റെ ടിക്കറ്റിന്റെ പൈസ കാരണം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും, അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവമാണ്, അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഹക്കും ബാത്തിലൊക്കെ ശരിക്കും പരിശോധിച്ച് പിന്നെ കണക്കിലെടുക്കേണ്ടതല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ട ഇതാണ്, ടിക്കറ്റ് കൊടുത്തോട്ടെ, ഈ ബാക്കി അവൻ എടുക്കും ചെയ്തോട്ടെ, അങ്ങനെ ഉണ്ടല്ലോ സ്വഭാവം ഉണ്ടല്ലോ. നാട്ടിലൊക്കെ പോണ സമയത്ത് ഒരു സംഖ്യ തരിക, ആ രീതിയിലാണ് അർബാബ് തന്നിക്കുന്നത് എങ്കിൽ ബാക്കി 400 രൂപ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതില്ല. അതേ സമയത്ത് ആ അർബാബ് നിങ്ങളും കൂടി ഒരു കരാറുണ്ടാവുമല്ലോ, നാട്ടിൽ പോകുമ്പോൾ ടിക്കറ്റ് തരിക എന്നൊക്കെ, ആ നിലക്ക് ടിക്കറ്റ് മാത്രമേ അയാൾക്ക് ഏൽക്കുന്നുള്ളൂ, അത് മാത്രം എടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ പൈസ തന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ അദ്ദേഹത്തിന് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. എങ്ങനെയായാലും ഏറ്റവും നല്ലത് നിങ്ങൾ അയാളുമായി ഒരു മുഷാവറ നടത്തുക. ഞാൻ 1600 ടിക്കറ്റ് എടുത്തത്, ബാക്കി 400 രൂപ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബൂഷാദ് മോൻ ഐഡിയിൽ നിന്ന് 200 ദിർഹം KICRലേക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഉസ്താദിനോട് പറയാൻ ഏൽപ്പിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ സംഭാവന കബൂൽ ചെയ്യട്ടെ. ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി ഇത് നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു സഹായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ദീനിലുള്ള ഒരു ഖിദ്മത്തായി അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ. മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്തിന് വലിയ ഭാരം നൽകുന്ന അമലായി അത് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിസ്കരിച്ചു കൊണ്ടിരിക്കെ ചെറിയ, അതായത് 1 വയസ്സ് കുട്ടി നമ്മളെ വന്ന് പിടിക്കുകയും മടിയിൽ ഇരിക്കുകയും ചെയ്യുന്നു, പമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ നിസ്കാരം ശരിയാകുമോ? ചിലപ്പോൾ പമ്പേഴ്സിൽ നജസ് ഉണ്ടാവലുമുണ്ട്. നജസ് ചിലപ്പോൾ ഉണ്ടാവും, അതുകൊണ്ട് പ്രശ്നമില്ല. നജസ് ഉണ്ട് നിൽക്കുക. ആ ചെറിയ കുട്ടി ആ പമ്പേഴ്സിൽ ആ കുട്ടി മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതോട് കൂടി ആ കുട്ടിയെ ചുമന്നുകൊണ്ട് നിസ്കരിച്ചു, ഇന്ന നിസ്കാരം സഹിയാവുകയില്ല. നജസ് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാലേ അപ്പൊ അത്തഹിയാത്തനക്ക് ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്ത് മടിയിൽ അങ്ങനെ വന്നിരുന്ന് ആ കുട്ടിയുടെ പമ്പേഴ്സിനുള്ളിലൊക്കെ മൂത്രം ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്, എന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. ഇനി ഉണ്ടാവോ ഇല്ലെന്ന് സംശയം ഉണ്ട് നിൽക്കുക, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എന്നാൽ നിസ്കാരം സഹിയാവുകയും ചെയ്യും. ഞാൻ കുട്ടിയുടെ അതിനുള്ളിൽ മൂത്രം ഉണ്ടാവുകയോ ഇല്ല എന്ന് സംശയം, അതുകൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം സഹിയാവും. ഇനി നിസ്കാരം കഴിഞ്ഞ ശേഷം ഇനി മൂത്രം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂത്രമുണ്ട് എന്ന ഉറപ്പുണ്ട് നിൽക്കുക, എന്നാൽ നിസ്കാരം സഹിയാവുകയില്ല, അത്രേ ഉള്ളൂ. പിന്നെ ജലീൽ എറണാകുളം റേഡിയോ ശ്രോതാവ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് 10-ാം തീയതി സുഖപ്രസവത്തിന് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ. സ്വാലിഹായ നല്ല ഒരു സന്താനത്തെ ആ പ്രസവത്തിൽ അവർക്ക് അല്ലാഹു നൽകട്ടെ. ആ കുട്ടിയെ കൊണ്ട് ദീനിനും കുടുംബത്തിനും അല്ലാഹു വലിയ ഉപകാരം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പമ്പേഴ്സ് ഇട്ട, നേരത്തെ പറഞ്ഞല്ലോ, ഇതേ ചോദ്യം തന്നെയാണ് നേരത്തെ അതിന് മറുപടി പറഞ്ഞു. ഇനിയിപ്പോ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഭാര്യയുമായി നെറ്റ് വഴി സംസാരത്തിൽ സെക്സ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു. പടച്ചോനെ, വായിക്കാൻ വയ്യ. ഹറാമല്ല, ഏതായാലും ശരി, വേറെയും കുറെ വേണ്ട, അത് കഴിഞ്ഞ് ഇവിടെ വായിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ ചോദ്യം ചോദിച്ച ആ വിഷയം ഹറാമല്ല, വിരോധമില്ല.
നടന്നാൽ അത് അത് ശരിയാ. ഇത് എന്താണ് ഇപ്പൊ ഞാൻ പറയാം? ഇസ്തിംനാഉം ബിയദിഹി ഹറാമാണ്. സിനയെ ഭയപ്പെടുന്നു ഉണ്ടെങ്കിൽ ഒഴികെ. ശ്രദ്ധിക്കണം, ഇസ്തിംനാഉം ബിയദിഹി ഉണ്ടല്ലോ, അത് ഹറാമാണ്. അതേ സമയത്ത് അവന് സിന ഭയപ്പെടുന്നു, അവന് വികാരം അങ്ങോട്ട് മൂത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ആണ് അവന്റെ അങ്ങോട്ട് ക്ഷണിച്ചാൽ വരുന്ന ഒരു സ്ത്രീ അവന്റെ മുമ്പിൽ ഉണ്ടേനും അല്ലേ? അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ഒന്ന് കണ്ടിട്ട് കാണിച്ചു കൊടുത്താൽ മതി, അപ്പൊ തന്നെ ഓടി വരുന്ന ഒരു പെണ്ണവിടെ ഉണ്ട്. അതേസമയത്ത് ഇവന് വല്ലാത്ത വികാരവും ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവളുടെ ആ ഷെറുണ്ടല്ലോ, ആ വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോകുമോ എന്ന ഭയം അത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേഗം അവന്റെ ഇസ്തിംനാ ബിയദിഹി അത് ഹറാമല്ല. ഇസ്തിംനാഉം ബിയദിഹ ഉണ്ടല്ലോ, യദിഹ അതൊരിക്കലും ഹറാമല്ല. ഇസ്തിംനാഉം ബിയദിഹ ഹറാമല്ല. ഇസ്തിംനാഉം ബിയദിഹി ഹറാമാണ്. പക്ഷെ ഹറാമല്ലാത്ത കോലം ഇതാണ്, വ്യഭിചാരത്തെ ഭയപ്പെടുന്നതെങ്കിൽ മാത്രം. അത്ര പറഞ്ഞാൽ മതി. അത് ഇനിയിപ്പോ കുട്ടികൾക്കൊന്നും മനസ്സിലാകണ്ട. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പാറക്ക് ചുള്ളിപ്പാറ കരിപ്പായിൽ മൊയ്തുട്ടി ഹാജി എന്നിവരുടെ ഭാര്യ ഇന്ന് മരണപ്പെട്ടു. മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത ചെറുദോഷങ്ങളും സന്തോഷങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അവർ ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെ ഖബൂൽ ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ 2 അനുജന്മാർ ഹുദവിക്ക് പഠിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. മൈക്കിൽ MIC-യിൽ നിന്നാണ്. പരീക്ഷാ ടൈം ആയി. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല വിജയം നൽകട്ടെ. നല്ല മാന്യമായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതരാക്കട്ടെ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, മെൻസസ് സമയത്ത് ഭാര്യയെ ബന്ധപ്പെടുന്നതിന്റെ വിധി എന്താണ്? മെൻസസ് സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, ഹറാമാണ്. സംയോഗം ഹറാമാണ്. മെൻസസുള്ള സ്ത്രീ ഭാര്യയെ സംയോഗം ചെയ്ത ഹറാമാണ്. സംയോഗം അല്ലാത്ത രീതിയിൽ ബന്ധപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല. സംയോഗമില്ലാത്ത ഏത് രീതിയിലും ബന്ധപ്പെടുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്ന് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമൊക്കെ പറയുകയും അത് മുഅ്തമദാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലൊക്കെ. വേറെ ചില അഭിപ്രായങ്ങൾ അനുസരിച്ച് മുട്ടുപുക്കന്റെ ഇടയിലുള്ള ബന്ധപ്പെടൽ ഹറാമാണെന്നുണ്ട്. എന്നാലും ശരി, സംയോഗമേ ഹറാമുള്ളൂ. മറ്റു നിലക്ക് ഇനി മുട്ടുപുക്കന്റെ ഇടയിലും ബന്ധപ്പെടുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്ന് ഇമാം നവവി തങ്ങൾ തന്നെ പറയുകയും അത് മുഖ്താറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ചോദ്യങ്ങളിനോട് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ നല്ല ചർച്ച നടക്കേണ്ടതുണ്ട്. നമ്മൾ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. കുറച്ച് ദിവസം 1-2 ദിവസം അല്ലേ വാർത്താ മാധ്യമങ്ങളൊക്കെ വല്ലാതെ ആഘോഷിക്കുകയായിരുന്നു ഒരു മനുഷ്യക്കടത്ത് സംബന്ധിച്ച്. മുക്കം യതീംഖാനയിൽ നടന്ന സംഭവം. ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് നൽകിയ അല്ലാഹു തആല നൽകിയ ഇസ്സത്ത് ഉണ്ടല്ലോ അല്ലേ? ആ സംഭവം ഉണ്ടായ ഉടനെ തന്നെ E.T. ബഷീർ അദ്ദേഹത്തിന്റെ ഇടപെട്ടിട്ട് ആ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കും, മുസ്ലിം ലീഗ് അത് ഏറ്റെടുക്കും എന്നറിയാം. M.K. മുനീർ, KPA മജീദ് ഇവരൊക്കെ ആ വിഷയം പറയാണ്. ശക്തമായി അതിനെ എതിർക്കുകയാണ് അല്ലേ? എത്രത്തോളം പിണറായി വിജയൻ, അല്ല കോടിയേരി ബാലകൃഷ്ണൻ, സകല മനുഷ്യന്മാര് അതല്ലേ, സകല മനുഷ്യന്മാര് നമുക്ക് സപ്പോർട്ട്. അങ്ങനെ പെട്ടെന്ന് മന്ത്രിസഭ ചേരുന്നു. മന്ത്രിസഭയിലെ അതിന്റെ പ്രത്യേക എന്തായാലും പറച്ചില് പ്രത്യേക അവൈലബിൾ എന്നുണ്ട്, അങ്ങനെ എന്താ പറയണോ അല്ലേ? അതിന്റെ അവര് യോഗം ചേരുന്നു. ഉമ്മൻചാണ്ടി, അതുപോലെ ആഭ്യന്തരമന്ത്രി PK കുഞ്ഞാട്ടി സാഹിബ് അവരൊക്കെ. എന്നിട്ട് അവര് ഗവൺമെന്റ് അടുക്കൽ നിന്ന് അത് പാളിച്ച സംഭവിച്ചിട്ടുണ്ട് ഖേദം രേഖപ്പെടുത്തുകയാണ്. ഗവൺമെന്റ് ഖേദം രേഖപ്പെടുത്തുന്നു. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമക്ക് മാത്രമല്ല, ജമിയത്തുലമന്റെ കീഴിലുള്ള സ്ഥാപനം തന്നെ മുക്കം യതീംഖാനാണത്. സമസ്തയോട് അനുഭാവം പുലർത്തുന്ന ബഹുമാനപ്പെട്ട മൊയ്മൂൻ ഹാജി പോലെയുള്ള ചില ആളുകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ പോലും ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായപ്പോഴേക്കും അത് സമസ്തയോട് ബന്ധപ്പെട്ട സ്ഥാപനമാണല്ലോ എന്നറിഞ്ഞപ്പോഴേക്കും കേരളത്തിലെ സകല മനുഷ്യന്മാരും
പിന്നെ ആ സമസ്തയുടെ നിലപാട് ശരിവെക്കുകയും പിന്നെ പാളിച്ചകൾ സംഭവിച്ചൊരു ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതല്ലേ അല്ലേ? കാരണം സമസ്ത എന്ന് പറഞ്ഞാൽ അത് തുറന്ന പുസ്തകമാണ്. അതിൽ മറച്ചു വെക്കാനൊന്നുമില്ല. രാത്രി എന്താണോ പറഞ്ഞത് അതന്നെ പകലും പറയാനുള്ളത് സമസ്തക്ക്. പകലെന്താ പറയാനുള്ളത് അതന്നെ രാത്രിയും പറയാനുള്ളത്. രാത്രി ഒന്ന് വേറെ പറയാം, പകലൊന്ന് വേറെ പറയാം. പരിപാടി സമസ്തക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആ വിഷയം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും ഒരു ഇസ്സത്തുള്ള രീതിയിൽ ഒരു തീരുമാനം ഗവൺമെന്റ് ഭാഗത്തു നിന്നൊക്കെ നമുക്കുണ്ടായത് അല്ലേ? വളരെ ഒരു മാന്യമായ രീതിയിലുള്ള നമ്മുടെ വികാരം ശരിക്ക് കേരള ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളെ ശരിക്കും മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് സംബന്ധമായി ഒക്കെയുള്ള ചർച്ചകൾ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിന്ന് വരാനിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുന്നീസം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങളെല്ലാവരും അതിൽ സജീവമാവണം എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിന് അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും ഉള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കാര്യങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ